എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിക്കും കൃത്യമായ കണക്കും പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അത്തരത്തിലുള്ള നിർമ്മിതികളാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുറ്റമ്പലവും അതിനു പുറത്തായുള്ള ബലിക്കൽപുരയും ബലിക്കല്ലും. ഇന്നത്തെ വീഡിയോയിൽ തച്ചുശാസ്ത്ര പ്രകാരം ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്ന ചുറ്റമ്പലത്തിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ തേവയ്ക്കൽ മുക്കോട്ടിൽ ക്ഷേത്രത്തിലാണ്. ഇവിടെ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല നിർമ്മാണം നടക്കുന്നുണ്ട്. അത് കാണുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമാണ് ഇന്നെത്തിയിട്ടുള്ളത്. ചുറ്റമ്പലത്തിന് നാലമ്പലം എന്നൊരു പേര് കൂടിയുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമായി 4 വശങ്ങളിലായി സമചതുരാകൃതിയിലോ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലോ നിർമ്മിക്കുന്നത് കൊണ്ടാണ് നാലമ്പലം എന്നൊരു പേര് കൂടി വന്നത്. ചുറ്റമ്പലത്തിന് കരിങ്കല്ല് കൊണ്ട് അടിത്തറയും വെട്ടുകല്ല് അല്ലെങ്കിൽ തടി കൊണ്ട് ഭിത്തിയും നിർമ്മിച്ച് മേൽക്കൂരയുടെ കഴുക്കോലുകളും തടിയിൽ നിർമ്മിച്ച് ഓടുമേയുകയാണ് സാധാരണഗതിയിലുള്ള നിർമ്മാണ രീതി. നടുമുറ്റം വരുന്നത് പോലെ 4 കെട്ടിന് സമാനമായാണ് ഇതിൻ്റെ നിർമ്മാണവും. ഇത് ശ്രീകോവിലിലേക്ക് വെളിച്ചം, കാറ്റ്, മഴ എന്നിവ കൃത്യമായി എത്താൻ സഹായിക്കുന്നു. എൻ്റെ പേര് ഉദയപ്പൻ. എൻ്റെ സ്ഥലം ആരാരിക്കുളം, ആലപ്പുഴ ജില്ലയിൽ. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് മുക്കോട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് വേണ്ടിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു വർഷം കഴിഞ്ഞ്, ഇപ്പോൾ 1.25 വർഷത്തോളം ഇപ്പോൾ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഇവിടെ ഞങ്ങൾ താമസിച്ച് സ്റ്റേ ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അമ്പലത്തിൻ്റെ പണി ഉണ്ട്, മുക്കാൽഭാഗം തീരാറായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോർ കൂടി സെറ്റ് ചെയ്താൽ ഈ അമ്പലത്തിൽ ഞങ്ങളുടെ കാർപ്പൻ്റർ വർക്ക് പൂർണ്ണമായും തീരും. പിന്നെയുള്ള ബാക്കി തേപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ ഞങ്ങൾ തന്നെയൊക്കെ പണിത് റെഡിയാക്കി തല്ലിക്കയറ്റി ആണ് ഇത്രയും സെറ്റായി. വലിയ ഏറ്റവും ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ അമ്പലം ചുറ്റമ്പലം ചെയ്തതാണ്. ഇവിടെ ബാക്കിയൊക്കെ ചെറുതായി ഇത്രയും വലിയ അമ്പലം ആദ്യമായിട്ട് ചെയ്യുക. കാരണം ഇതിന് ഒരുപാട് വീതി നീളമുള്ള അമ്പലമാണ്. പിന്നെ തേക്ക് തടിയും ആഞ്ഞിലാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വേറെ കഷ്ണം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ചുറ്റമ്പലത്തിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. തിടപ്പള്ളി, വാതിൽ മാടങ്ങൾ, മുളയറ, വിളക്കുമാടം. ഇതിൽ തിടപ്പള്ളി ചുറ്റമ്പലത്തിൻ്റെ തെക്ക് കിഴക്കേ കോണിൽ, അതായത് അഗ്നിക്കോണിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ അടുക്കളയാണ്. ഭഗവാനെ നേദിക്കുന്നതിനായി നിവേദ്യങ്ങളും പായസങ്ങളും ഇവിടെയാണ് പാചകം ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിൽ തിടപ്പള്ളിയാണ്. രണ്ടാമതായി വാതിൽ മാടങ്ങൾ. പ്രധാന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായി കാണുന്ന ഉയർന്ന തറകളാണ് വാതിൽ മാടങ്ങൾ. മന്ത്രജപങ്ങൾ, ഗണപതി ഹോമം, പ്രസാദ വിതരണം ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. മൂന്നാമതായി മുളയറ. ഉത്സവകാലങ്ങളിൽ മുളയടിയിൽ ചടങ്ങ് നടത്തുന്ന ഈശാന കോണാണ് ഇവിടം. ഇത് സാധാരണയായി വടക്ക് കിഴക്കേ കോണിലാണ് നിർമ്മിച്ചു വരുന്നത്. അടുത്തതാണ് വിളക്കുമാടം. നാലമ്പലത്തിൻ്റെ പുറം ചുമരിൽ തടി കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച അനേകായിരം വിളക്കുകൾ ഘടിപ്പിച്ച ഭാഗമാണ് ഈ വിളക്കുമാടം. ഈ 4 ഭാഗങ്ങൾ കൂടാതെ ചുറ്റമ്പലത്തിനനുബന്ധമായി വരുന്ന മറ്റൊരു അതിപ്രധാനമായ നിർമ്മിതിയാണ് ബലിക്കൽപുരയും അതിലുള്ള ബലിക്കല്ലും. ശ്രീകോവിലിന് മുൻപിലായി ചുറ്റമ്പലത്തിന് പുറത്തായിട്ടാണ് ബലിക്കൽപുരയും വലിയ ബലിക്കല്ലും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബലിക്കൽപുര. ഇത് നമ്മൾ വാസ്തുപ്രകാരമാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കഴുക്കോലൊക്കെ പഴയകാലത്തെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തിരുവ് കഴുക്കോലട്ട മുഴുവൻ കഴുക്കോലും പടുത്തേക്കാണ് ഇതിൻ്റെ. പിന്നെ ഇതൊക്കെ ഞങ്ങളിവിടെ ഇതൊക്കെ കുറച്ച് കൈപ്പണി ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇത് കൊത്തുപണി കാണുന്ന നവകണ്ഠ പലക എന്ന് പറഞ്ഞ സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബലിപ്പുരയ്ക്കുള്ളതാണ് നവകണ്ഠ പലക. 9 കളയായിട്ട് തിരിച്ച് ദേവിയുടെ 9 ഭാവങ്ങളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. 9 ഭാവങ്ങൾ ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ബലിക്കല്ലിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് യാതൊരു കാരണവശാലും പൂച്ചയോ പട്ടിയോ കിളികളോ ഒന്നും ഇത് കയറിയിരിക്കാൻ പറ്റത്തില്ല കല്ലിൽ. അതുകൊണ്ടാണ് മൊത്തം മറച്ച് കളയുന്നത്. അഴിയിട്ട്, കാരണം ഇത്ര അടുപ്പിച്ച് അഴിയിട്ട് കഴിഞ്ഞാൽ ഒരു സാധനം പോലും, ഒരു പക്ഷികളോ ഒരു പൂച്ചയോ ഒന്നും ഇങ്ങനെ കയറി വരത്തില്ല. അപ്പോൾ ഈ ഇതുങ്ങൾ കയറി വന്നു കഴിഞ്ഞ് ഈ ബലിക്കല്ല് ഒന്ന് അശുദ്ധമാക്കുന്നത് കൊണ്ടാണ് ഇത് മറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും എല്ലാ പദ്ധതികളെയും അമ്പലത്തിലേക്ക് മറച്ചിട്ടേക്കും. ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ചെറിയൊരു ഡോർ വെക്കേണ്ടതാണ്. ഈ ആ പട്ടി അഴിയിട്ട് ഒന്ന് കയറാതിരിക്കാൻ വേണ്ടി. അതിപ്പോൾ ചെയ്യേണ്ടി വരും ചിലപ്പം. അല്ലെങ്കിൽ ഇതിങ്ങനെ മൊത്തം മറച്ച് കഥ അടച്ചു കഴിഞ്ഞാൽ അമ്പലം അടച്ചാലും ഒരു സാധനം ഇതിനകത്ത് കയറത്തില്ല. അതുകൊണ്ടാണ് ഇത് ഈ സാധനം ചെയ്ത് വെക്കുന്നത്.
അപ്പോൾ അടുപ്പിച്ച് അഴിയിട്ടാണ് വെക്കുന്നത്. ഒരു കൈ പോലും ഇതിനകത്ത് കയറാത്ത രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അല്ല, 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇട്ടേക്കുന്നത്. ഇത് ഇട്ട് കഴിയുമ്പോൾ 1.5 ഇഞ്ച് ഗ്യാപ്പ്, നമ്മുടെ കൈ പോലും കയറത്തില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കുതിരയെന്നൊരു മോഡൽ നമ്മൾ എടുത്തു. ഇത് പലതും പലതരം ചിലർ സിംഹം ചെയ്യും. അത് ഓരോ ക്ഷേത്രങ്ങളുടെ കഴിവ് പോലെ. ചില സിംഹത്തിൻ്റെ തല പോലെ പണിത് വയ്ക്കും, ചില അരയനായിട്ട് വരും, ചിലർ കുതിരയായിട്ട് വയ്ക്കുക. അത് നമ്മളുടെ ഒരു ഇതിൽ ചെയ്യുന്ന പരിപാടി. ഏതുവേണം ചെയ്യാം. പല അമ്പലങ്ങളും പല മോഡൽ ചെയ്യുന്നവരുണ്ട്. ചിലരിങ്ങനെ അരയന്നം പോലെ തന്നെ പണിതിങ്ങനെ നിർത്തി, ചില സിംഹത്തിനെ പോലെ മുഖം ഇട്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കുതിര എടുത്തു, കുതിര കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് കുതിര എടുത്തിരിക്കുന്നത്. വലിയ ബലിക്കലിൻ്റെ സങ്കല്പം വരുന്നത് പ്രധാന ദേവൻ്റെ സേനാനായകൻ്റെയോ അല്ലെങ്കിൽ സർവഭൂതഗണങ്ങളുടെ സാന്നിധ്യമോ ഇതിൽ ഉള്ളതായിട്ടാണ്. അതിമനോഹരമായി കരിങ്കല്ലിൽ കൊത്തുപണികൾ ചെയ്താണ് വലിയ ബലിക്കല്ല് നിർമ്മിക്കുന്നത്. ഈ വലിയ ബലിക്കല്ല് കൂടാതെ ചുറ്റമ്പലത്തിനുള്ളിൽ ചെറിയ ബലിക്കല്ലുകളുമുണ്ട്. അവയെ അഷ്ടദിക്പാലകർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ സപതി എന്ന് പറയുന്നത് പാവക്കുടി ശിവനാശാരിയാണ്. അദ്ദേഹം ഇവിടെ കട്ടളവെപ്പ് ഉത്തരവെപ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വാസ്തുപ്രകാരം കണക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ദർശനം വടക്കോ ദർശനമായാണ്. ഇത് സിംഹയോനിയാണ് കണക്കെടുത്തിരിക്കുന്നത്. കാരണം ഭദ്രകാളി ദർശനം വടക്കോട്ടായതുകൊണ്ട് ഇത് സിംഹയോനി എന്ന കണക്കിലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിന് ബലിക്കപ്പിലൊക്കെ നല്ല വലിപ്പമുള്ള ബലിക്കൽപ്പലാണ് ഇത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബലിക്കലൊക്കെ ഇട്ട് ഇത് മൊത്തം ഇതുപോലെ ഈ കുതിരക്കാലിട്ട് മറച്ച് സെറ്റാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ആരം പണിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഇങ്ങനെ വെച്ച് വന്നു കഴിഞ്ഞാൽ 3 വശവും വയ്ക്കും. അങ്ങനെ ഈ പണി കൊണ്ടുപോകണം. പുര നമ്മളിതിൻ്റെ നവകണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വാസ്തു ഈ പ്രകാരം കറക്റ്റ് കണക്കിലും അളവിലുമാണ് ഇതിൻ്റെ കഴുക്കോലുകളെല്ലാം. എല്ലാം ചരിഞ്ഞ തിരിവ് കഴുക്കോലായിട്ട് പണിതിരിക്കുന്നത്. ഇത് മുഴുവനും ബലിക്കപ്പുരയുടെ കഴുക്കോലും മുഴുവനും തിരുവായിട്ട് പണിതേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് അമ്പലത്തിൽ അഗ്രസഭയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ അമ്പലം എന്നാണ് പറയുന്നത്, അഗ്രസഭ എന്ന് പറയും. ഇതിൻ്റെ കഴുക്കോലൊക്കെ എല്ലാം തിരിവ് പഴയ രീതിയിലാണ് പണിതേക്കുന്നത്, തിരിവ് കഴുക്കോലായിട്ട്. ആ മൂലയെല്ലാം ഇവിടെ ചെറിയ ചെറിയ പറ്റിയെടുക്കലാകുമ്പോഴേ അത് മറിഞ്ഞു പോകും, ഭാവിയിൽ വിട്ടുപോകും. ഇതിപ്പോൾ എല്ലാ കിഴക്കോലും നമ്മൾ മൂന്നാമത്തെ കെട്ടിയിരിക്കുക. അല്ല, ചില കിഴക്കോല് കോടി വെച്ച് ആളെ നിൽക്കുന്ന പരിപാടിയില്ല. നമ്മളെല്ലാം തിരുവാട്ടമാണ്, എല്ലാം മൂളിക്കരിയിട്ടേക്കും. അതെല്ലാം മേക്കൊണ്ട് തിരിഞ്ഞ് നേരെ പടിഞ്ഞോട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ തടി പഴയുന്നതിന് വേണ്ടി നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് നല്ല ആഞ്ഞിലയാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ വേപ്പെണ്ണയും പച്ചമഞ്ഞളും വേറൊരു പച്ചമഞ്ഞളും കൂടി അരച്ച് കൂട്ടി ആണ് ഇത് അടിച്ചേക്കുന്നത്. കാരണം ഇതിന് 500 വർഷത്തെ പഴക്കങ്ങളും കിട്ടുമെന്നാണ് ഇത് അടിച്ചു കഴിയുമ്പോൾ പറയുന്നത്. ക്ഷേത്രങ്ങൾക്കല്ല ഇത് അടിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇതിൻ്റെ പുറത്ത് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. ആഞ്ഞിലി നമ്മൾ എവിടെ വെച്ചാൽ ഈ ക്ഷേത്രം മുഴുവനും അടിക്കുന്ന ഈ മരുന്നുകൾ വെച്ചാൽ പച്ചമഞ്ഞളാണ് തിളപ്പിച്ച് വേപ്പെണ്ണയൊക്കെ തിളപ്പിച്ച് അടിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര ചിലവുള്ളൊരു സാധനമാണ്. ഈ വേപ്പെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. ഇവിടെ ശരിക്കും തന്നെ ലക്ഷം രൂപ മുടക്കാന്ന് ഇതിന് എണ്ണ മേടിക്കാൻ വേണ്ടി ചെയ്യാനും വേണ്ടിയൊക്കെ ഒരുപാട് കാശ് മുടക്കാൻ അടിച്ചേക്കുന്നത്. ഇത്രയും കഴുക്കോലും പട്ടി ഇവിടെയുള്ള മുഴുവൻ സാധനത്തിനും അടിച്ചേക്കുന്നത് ഈ വേപ്പെണ്ണ തന്നെയാണ്. ഇതെല്ലാം അതാണ് ഈ ഇത്രയും നല്ല ചുവപ്പ് കളർ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇതിനു വേണ്ടി അടിച്ചതാണ്. ഇത് പോളിഷ് ചെയ്യുമ്പോൾ തിളക്കി ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ നനവെല്ലാം ഈ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇത് അപ്പോൾ കഴുക്കോലിന് അതിൻ്റെ പട്ടികയ്ക്ക് യാതൊരു കാരണവശാലും ഒരു കേടുപാട് സംഭവിക്കത്തില്ല. സാധാരണ അമ്പലങ്ങളെ ആഞ്ഞിലിയും തേക്കും ഉപയോഗിക്കാറുണ്ട്. പിന്നെ തേക്കിൻ്റെ വില വെച്ചാകുമ്പോൾ ആഞ്ഞിലിക്ക് അല്പം കുറയെന്ന് പറഞ്ഞാൽ ആഞ്ഞിലി ഉപയോഗിക്കുന്നു. പ്ലാവ് ഉപയോഗിക്കാം. പ്ലാവ് എന്ന് പറഞ്ഞാൽ ഈ കട്ടറ എന്ന് പറഞ്ഞ സ്ഥലം പ്ലാവ് എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷമാണ്. അപ്പോൾ ആ ദേവവൃക്ഷം നമ്മൾ പടി വെച്ച് കഴിഞ്ഞാൽ കവച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അത് കവയ്ക്കാതെ വയ്ക്കാനാണെങ്കിൽ അടിപ്പടിയിൽ, അല്ലെങ്കിൽ പിന്നെ അടിപ്പടി ഇല്ലാത്ത പണിക്ക് പ്ലാവ് എടുക്കാം. അടിപ്പടി ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല, ദേവവൃക്ഷം കവച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ 5 മുഖപ്പുണ്ട്. ഇതിന് 5 മുഖപ്പ് നമ്മൾ പണം തെറ്റിയിരിക്കുന്നത് ദേവിയുടെ ഓരോ അവയവങ്ങളോട് സങ്കല്പിച്ചൊക്കെ പണിയുന്നത്. പാദം തൊട്ടുള്ള മുടിവരികളുടെ സാധനങ്ങളോട് പണി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മകരഭാഗങ്ങൾ, അതിൻ്റെ മുഖപ്പലക, അതിൻ്റെ ഉത്തരങ്ങൾ, അതിൻ്റെ ഭൗതിക ചൂഴിക, ഇതെല്ലാം ഓരോ അഭയങ്ങൾ സങ്കല്പിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 മുഖം വെച്ചിരിക്കുന്നത് അതെല്ലാം ഭംഗിയായിട്ട് കൊത്തുപണി വെച്ചേക്കുന്നത്. ഈ മുഖത്തൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ സമയപരിധി മൂലം അല്പം കുറച്ചിട്ടുണ്ടില്ല. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും ഇവിടുത്തെ ഭാരവാഹികളോടും മേൽശാന്തിയോടും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഹരിലാൽ പോറ്റി, മുക്കോട്ടിൽ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഭദ്രകാളി, ഉഗ്രമൂർത്തി ഭാവത്തിലിരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രവും മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വിദ്യാവണ്ണമുള്ള തന്ത്രിയുടെ അനുവാദത്തോടു കൂടിയുള്ള പൂജാതി കാര്യങ്ങൾ നിത്യപൂജയായിട്ട് 2 പൂജകളാണ്. രാവിലെ
ഉച്ചപൂജ, അത്താഴപൂജ, പൂജകൾ രണ്ടാണുള്ളത്. ഇടപ്പള്ളിമന ദേവനാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ തന്ത്രം കഴിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. തേവയ്ക്കൽ മുക്കോട്ടിൽ ക്ഷേത്രത്തിലെ ക്ഷേത്രം മാനേജരായിട്ട് പ്രവർത്തിക്കുകയാണ്. അനേകായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തേവയ്ക്കലുള്ള മുക്കോട്ടിൽ ക്ഷേത്രം. വളരെ ജീർണാവസ്ഥയിലായിരുന്നുള്ള ക്ഷേത്രം ഘട്ടം ഘട്ടമായി നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുത്തതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം വളരെ ഗംഭീരമായി നടക്കുകയും അങ്ങനെ പടിപടിയായി ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പിന്നെ പ്രധാന ശ്രീകോവിലാണ് രണ്ടെണ്ണം ഉള്ളത് ഇവിടെ. അതിലൊന്ന് വടക്കോട്ട് ദർശനമുള്ള ബാലഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രവുമാണ് ഇവിടെയുള്ളത് പ്രധാന പ്രതിഷ്ഠകളായിട്ട്. ഉപദേവന്മാരായി ദേവിമാരായിട്ടുള്ളത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചാമുണ്ടീശ്വരി ദേവിയും, പഞ്ചമൂർത്തി സങ്കല്പം ശിവസാന്നിധ്യത്തിലുള്ള പഞ്ചമൂർത്തി സങ്കല്പത്തിൽ പഞ്ചമൂർത്തികൾ, ഗുരുസ്വാമി, ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ഉപദേവന്മാരായി ഭദ്രകാളി ക്ഷേത്രത്തിലും, മാസം തോറും ആയില്യം പൂജ നടത്തി വരാറുള്ള സർപ്പദൈവങ്ങളും ബ്രഹ്മരക്ഷസും വിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനും ഉപദേവന്മാരായിട്ട് ഉണ്ട്. ആദ്യം ജീർണോദ്ധാരണം നടത്തിയിട്ടുള്ള ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ്. പ്രശ്നവിധി പ്രകാരം ആദ്യം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പണി നടക്കണം എന്നുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രം വളരെ ഗംഭീരമായി ഇപ്പോൾ കാണുന്ന തരത്തിൽ പണി തീർത്തിട്ടുള്ളതാണ്. ഇനിയും കുറച്ച് പണികൾ കൂടി തീരുവാനുണ്ട്. അതിൻ്റെ പണി ഘട്ടം ഘട്ടമായി തീർന്നുകൊണ്ടിരിക്കുന്നു. കൊടിമരം അടക്കമുള്ള ഒരു ക്ഷേത്രമാണ് ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പണികളും പ്രത്യേകം നടന്നു വരികയാണ്. ദേവീക്ഷേത്രത്തിൻ്റെ പണി നമ്മൾ 10 വർഷം മുമ്പ് കഴിഞ്ഞ 3 പുനരുദ്ധാരണമാണ് ദേവീക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന 3ാമത്തെ പുനരുദ്ധാരണമാണ്. ദേവപ്രശ്നത്തിൽ വീണ്ടും ദേവീക്ഷേത്രത്തിൻ്റെ പണി നടക്കണം എന്നുള്ളത് കൊണ്ട് രാമമംഗലം ശിവനാചാര്യയെ സ്ഥപതിയായി നിശ്ചയിക്കുകയും രാമമംഗലം ശിവനാചാര്യയുടെ കണക്കും പ്രകാരം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ദേവീക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മൂലാധാരം മുതൽ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള പണിയാണ്. അനേകം കൊത്തുപണികളോട് കൂടിയിട്ട് കരിങ്കല്ലിലാണ് ആ പണി തീർത്തിട്ടുള്ളത്. മരം കൊണ്ട് ചെയ്യുകയും ചെമ്പോല പുതിയുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ദേവീക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ചെറിയും വലുതുമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചുറ്റമ്പലത്തിൻ്റെ ജോലിയാണ്. ശ്രീ ശിവനാചാര്യയുടെ നേതൃത്വത്തിൽ തന്നെ കണിച്ചുകുളങ്ങര ഷാജി എന്ന ക്ഷേത്രം പണി കലാകാരനെ ഏൽപ്പിക്കുകയും അതിൻ്റെ പണി ഏകദേശം ഒരു 95% പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അലങ്കാരപ്പണികളോട് കൂടിയിട്ടുള്ള ചുറ്റമ്പല നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്തു തീർക്കുവാനുമുണ്ട്. വടക്കോട്ട് ദർശനമുള്ള ഉഗ്രമൂർത്തി ആയതുകൊണ്ട് ഈ നാടിൻ്റെയും ഗ്രാമത്തിൻ്റെയും ദേവതയാണ്. ഏകദേശം 1000-ൽ പരം കുടുംബങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലും, ആ കുടുംബക്ഷേത്രമായിട്ടുള്ള എല്ലാ ഭക്തരും കേരളത്തിൻ്റെ നാനാവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും യഥാവിധി വഴിപാടുകൾ അവരുടെ കുടുംബൈശ്വര്യത്തിനായി പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നൊരു ക്ഷേത്രമാണ് തേവയ്ക്കലുള്ള മുക്കോട്ടിൽ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന വഴിപാട് വലിയ ഗുരുതി, കൂടാതെ താലപ്പൊലി മകരഭരണി മഹോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇടവമാസത്തിലെ ഉത്രാടം നാളിലുള്ള പ്രതിഷ്ഠാ ദിനവും ഇവിടെ നടക്കുന്നു. ഭക്തരുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന കൈവട്ടക ഗുരുതി വളരെ പ്രശസ്തമാണ്. ഇവിടുത്തെ വിവിധ നാടുകളിൽ നിന്ന് വരുന്ന എല്ലാവിധ ഭക്തന്മാരും ഈ കൈവട്ട ഗുരുതിയിൽ രാവിലെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഗുരുതി സേവിച്ച് പോകുന്നൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. പ്രധാനമായിട്ട് പിന്നെ ചാമുണ്ടീശ്വരി ദേവിക്ക് രക്തചാമുണ്ടിയായിട്ടുള്ള പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടാണുള്ളത്. അവിടെ കലശം മുതലായ വഴിപാടുകളാണ് നടത്തിപ്പോരുന്നത്. കൂടാതെ ഭഗവാന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണന്റെ ഭാവത്തിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പന്തീരാഴി നിവേദ്യവും തിരുവോണ സദ്യയും
വളരെ ഗംഭീരമായി മാസാമാസം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. വിഷുക്കണി ദർശനവും തിരുവോണപ്പൂക്കളവും എല്ലാം ഈ ഒരു വർഷക്കാലയളവിൽ ഇവിടെ നടക്കുന്നു. കുട്ടികളുടെ അക്ഷരം കുറിക്കുന്ന, നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ചടങ്ങും ഈ ക്ഷേത്രത്തിൽ നടന്നു വരാറുണ്ട്. വിജയദശമി ആഘോഷവും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടുകൂടി, മഹാശോഭയാത്രയോടുകൂടി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ അവസാനിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് തേവയ്ക്കൽ. അനേകായിരം ഭക്തന്മാർ പങ്കെടുക്കുന്ന വളരെ വിപുലമാകുന്ന രീതിയിലാണ് ശോഭയാത്ര ഇവിടെ നടക്കുന്നത്. അതെല്ലാം ഈ ക്ഷേത്ര ചൈതന്യത്തെ, ഇരു ക്ഷേത്രങ്ങളിലെയും ചൈതന്യത്തെ മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലൊരു മഹാക്ഷേത്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം തികച്ചും ഭക്തജനങ്ങൾക്ക് എന്നും ഒരു ആശാകേന്ദ്രമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭക്തരെയും തേവയ്ക്കൽ ശ്രീ മുക്കോട്ടിൽ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആലുവ താലൂക്കിൽ എടത്തല പഞ്ചായത്തിൽ തേവയ്ക്കൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന ഒരു പുക്കാട്ടുവടി ബസ്സിൽ കയറിയാൽ തൃക്കാക്കര മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് 4 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ തേവയ്ക്കൽ ഗ്രാമത്തിൽ എത്തിച്ചേരാം. തൃപ്പൂണിത്തറ ഭാഗത്ത്, പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്നവർ പുക്കാട്ടുവടിയിൽ നിന്ന് 3.5 കിലോമീറ്റർ എറണാകുളം റൂട്ടിൽ സഞ്ചരിച്ചാൽ തേവയ്ക്കൽ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാം. തേവയ്ക്കൽ കവലയിൽ നിന്നും 800 മീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരെയും സഹർഷം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ചുറ്റമ്പല നിർമ്മാണത്തെപ്പറ്റിയും അതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും മുക്കോട്ടിൽ ക്ഷേത്രത്തെപ്പറ്റിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ക്ഷേത്ര സംബന്ധമായതും കലാപരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനും കൂടുതൽ അറിവുകൾ നേടുവാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.